ഈ സുധാകരൻ പറയുന്നത് അതുകൊണ്ടാണ്. എനിക്കറിയത്തില്ല, എനിക്ക് ഉറപ്പില്ല എന്ന് പറയുന്നു. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇത് കഴിഞ്ഞ ടേപ്പ് KPCCയുടെ പ്രസിഡൻ്റാന്നേ. ഈ സമയത്ത് ഡൽഹിയിൽ പോയി എനിക്ക് സീറ്റ് വേണം, കണ്ണൂരിൽ എനിക്ക് മത്സരിക്കുമെന്ന് പറഞ്ഞ നേതാവാണ്. അദ്ദേഹം ഒരു മാധ്യമത്തിൽ ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ പറയുകയാണ് 3-ാം ടൈം പിണറായി വിജയൻ അധികാരത്തിൽ വരില്ല എന്ന് എനിക്ക് പറയാൻ കഴിയില്ല എന്നുള്ളത്. എനിക്ക് ഉറപ്പില്ല എന്ന് പറയുന്നത്, എനിക്ക് പറയാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഓക്കെ, എനിക്ക് ഉറപ്പില്ല എന്ന് പറയുകയാണ്. അത് കേരളത്തിലെ എല്ലാ കോൺഗ്രസ്സുകാർക്കും ഉണ്ട് കേട്ടോ. അത് നമ്മളില്ല, ഞങ്ങൾ ഏതെങ്കിലും നിങ്ങൾ പേഴ്സണലായി ഈ VD സതീശനെ മാത്രം മാറ്റി നിർത്തുക, ബാക്കി കേരളത്തിലുള്ള മുഴുവൻ നേതാക്കന്മാരെ വിളിച്ചോളൂ. തുടർ ഭരണം കിട്ടുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഇതേ അഭിപ്രായം പുറത്തേക്ക് വരിക. സുധാകരൻ അത് കെ സുധാകരൻ അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ഉറപ്പില്ല, 100% ഞങ്ങൾ അധികാരത്തിൽ വരും എന്ന് പറയുന്നത് വളരെ തുച്ഛമായ നേതാക്കന്മാർ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇനി വേറൊരു കാര്യം ചോദിച്ചോളൂ. കേരളത്തിലെ എല്ലാ DCC പ്രസിഡന്റുമാരെയും വിളിച്ചിട്ട് നിങ്ങളെ എല്ലാ DCC പ്രസിഡന്റുമാരോടും ചോദിക്കുക, നിങ്ങളുടെ ജില്ലയിൽ എത്ര സീറ്റ് UDFന് കിട്ടും എന്ന് ചോദിച്ചാൽ ആ സീറ്റിൻ്റെ എണ്ണം നോക്കുമ്പം ഇല്ല. ആ എണ്ണം നോക്കുമ്പില്ല. ഞാൻ ഒരു പ്രധാനപ്പെട്ട കേരളത്തിലെ കോൺഗ്രസ് നേതാവിനോട് ചോദിച്ചു, സാർ നിങ്ങൾ ഈ 100 സീറ്റ് പറയുന്നുണ്ടല്ലോ, നമുക്ക് 70 സീറ്റിന് മേലെയാണല്ലോ അധികാരത്തിൽ വരാൻ വേണ്ടത്, അപ്പോൾ 71 72 വേണ്ടേ, അപ്പോൾ ഒന്ന് എണ്ണിത്തരുമോ എന്ന് ചോദിച്ചു. ഒരു 1/4 മണിക്കൂർ സംഭാഷണമാണ്. അപ്പോൾ എണ്ണിത്തരുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എണ്ണാൻ തുടങ്ങി. എവിടുന്ന്? കാസർഗോഡ് തുടങ്ങിയെന്നുണ്ട്. അപ്പോൾ കാസർഗോഡ് 2, കണ്ണൂർ 3, പിന്നെ കോഴിക്കോട് 6 എന്നൊക്കെ പറഞ്ഞിങ്ങനെ എണ്ണാൻ തുടങ്ങി. എണ്ണിട്ട് വന്നപ്പോൾ 68 ആയുള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു എവിടുന്നാ ഈ 100? അത് ഇപ്പോഴാണ് ഞാൻ ആ കാര്യം ആലോചിച്ചത് എന്ന് പറയുകയാണ്. യാഥാർത്ഥ്യം ഇതാണ്.